ശരി ശരി. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ? അതെല്ലാം കോടതി പറയട്ടെ. മുകേഷിന്റെ കാര്യമായാലും ബിനീഷിന്റെ കാര്യമായാലും ദിലീപിന്റെ കാര്യമായാലും കോടതി പറയട്ടെ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് പറയട്ടെ. ഒരാശങ്കയുമില്ല. ഇത് ക്രൈസ്തവൻ, ഹിന്ദു, സിഖ്, ബുദ്ധ് ഒന്നുമില്ല. ഇത് ഇന്ത്യൻ ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, അവരുടെ സമ്പത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. തെറ്റ് ചെയ്തവർ, അതിപ്പം ശ്രീ പിണറായി വിജയനായാലും ശ്രീ ഉമ്മൻചാണ്ടിയും എന്താണ് പറഞ്ഞിരുന്നത്? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അത് ഏത് ജാതി വിഭാഗത്തിലെ ആയാലും ഈ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തവർ മാത്രം പേടിച്ചാൽ മതി. ഒരു ക്രിസ്തീയ സഭയ്ക്കും പേടിയില്ല. അവർ കൃത്യമായി കണക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ജാഗ്രതയും വേണ്ട. അതും അവരുടെ വരിയാണ്. ഒരു ജാഗ്രതയും വേണ്ട. ഇത് ഭാരതീയരുടെ മണ്ണാണ്. അതിൽ ക്രിസ്ത്യനും മുസൽമാനും ഹിന്ദുവും എല്ലാവരും പെടും. എന്താണ് പറഞ്ഞത്? തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റംഗീകരിക്കുന്ന ഒരു ജനാധിപത്യമാണോ നമ്മുടേത്? തെറ്റംഗീകരിക്കുന്ന, തെറ്റ് വകവെച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണോ നമ്മുടെ സംവിധാനം? അങ്ങനെ അംബേദ്കർ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ശരികൾ വരട്ടെ, ശരികൾ വിജയിക്കട്ടെ. ഇത് ഞാൻ ഇന്നലെ പിതാവിനും മെസ്സേജ് അയച്ചിട്ടുണ്ട്, വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്ന, അവർക്ക് എന്തെങ്കിലും ഒരു കാലത്ത് ഉപയോഗിക്കാൻ. ജെറോം പിതാവിനും അയച്ചിട്ടുണ്ട്. ഇല്ല, അവരാവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. അതിന് ഒരു അവസ്ഥയില്ല. ഈ എന്തെങ്കിലും വരുമ്പോൾ ഉടനെ മുത്തലാഖ് എന്താ പറഞ്ഞത്? CAA എന്താണ് പറഞ്ഞത്? CAA നടപ്പിലാക്കിയില്ല, പ്രമേയം പാസാക്കി, വഖഫ് പ്രമേയം പാസാക്കി. അത് മുനമ്പത്തെ ജനങ്ങൾ അറബിക്കടലിൽ ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട്. ഇതൊക്കെ ആർക്കു വേണ്ടിയാ ചെയ്തത്? ക്രിസ്ത്യാനിക്ക് വേണ്ടിയാണോ ചെയ്തത്? മുനമ്പം ഭാരതത്തിലെ ഇതര വിഷയങ്ങളിൽ വ്യഥ അനുഭവിക്കുന്ന, ഉറക്കം കെട്ട രാത്രികൾ മാത്രം സമ്മാനിപ്പിക്കപ്പെട്ട ഒരു വിഭാഗത്തിനായിരുന്നു വഖഫ് ബോർഡ് കൊണ്ട് തീരുമാനമായത്. അല്ലാതെ ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രം ചെയ്തതല്ല. അതിനകത്ത് അവർക്കും ഗുണപ്പെട്ടു, ഇനിയും ഗുണപ്പെടും. പ്രമേയങ്ങൾക്ക് എന്ത് പുല്ലുവിലയുണ്ടായോ? നിങ്ങൾ പറയൂ. ചുമ്മാ ജനങ്ങളുടെ മനസ്സിലും കണ്ണിലും എന്നും പൊടിയിടാമെന്ന് വിചാരിക്കരുത്. അവരവരുടെ ജീവിതത്തിന്റെ ഭാവി എന്താണെന്നും അവരുടെ ഭാവിയുടെ എന്ന് പറഞ്ഞാൽ ഭാവി തലമുറകളുടെ ജീവിതത്തിന് അനുഗ്രഹം ഏത് വഴിയെ വരും എന്നുള്ളത് അവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഭാരത് മാതാ കി ജയ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.